ബി.ജെ.പി ലീഡ് ചെയ്യുന്ന 12 മണ്ഡലങ്ങളിൽ 1000-ൽ താഴെയാണ് ഭൂരിപക്ഷം. ഇപ്പോൾ 4 റൗണ്ട് 5 റൗണ്ടാണ് പരമാവധി പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു 9 റൗണ്ട് ആകുമ്പോൾ മാത്രമേ ഇത് എത്രമാത്രം കൃത്യമായ എത്രമാത്രം സ്റ്റേബിൾ ആണ് ഇത് എന്ന് പറയാൻ കഴിയുള്ളൂ. വേണമെങ്കിൽ കോൺഗ്രസിന്റെ ടാലി കുറച്ചുകൂടി ഉയരുകയും ബി.ജെ.പിയുടെ ടാലി കുറെ കൂടി കുറയുകയും ചെയ്യാം. ഞാൻ വേറൊരു കാര്യം പറയാം. അത് അശോക് തൻവർ എന്ന പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, അദ്ദേഹം NSUIയുടെയും പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം നമ്മുടെ വിഷ്ണുനാഥിന്റെയും മാത്യു കൊഴൽനാടന്റെയും ഒക്കെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് പലപ്പോഴും കേരളത്തിലൊക്കെ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു ഈ അശോക് തൻവർ. അശോക് തൻവർ രാഹുൽ ഗാന്ധിയുടെ പെറ്റുമായിരുന്നു. അദ്ദേഹം 2019 പാർട്ടിയോട്ട് തെറ്റി വഴക്കുണ്ടാക്കി. അദ്ദേഹം TMC തൃണമൂൽ കോൺഗ്രസ് ചേർന്നു, അവിടെ ഗതി പിടിച്ചില്ല. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു, അവിടെയും രക്ഷയുണ്ടായില്ല. അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്ന് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ബി.ജെ.പിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിട്ട് അവസാന നിമിഷം ക്യാമ്പയിൻ കഴിഞ്ഞ ഉടനെ രാഹുൽ ഗാന്ധിയെ കണ്ട് കോൺഗ്രസ് ചേർന്നു. ഇതിപ്പോ കോൺഗ്രസ് തോക്കുകയാണെങ്കിൽ ഈ അശോക് തൻവറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഗതികെട്ട ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് ശരി. എന്തായാലും പക്ഷെ അങ്ങനെ കോൺഗ്രസിന്റെ വിധി എഴുതാനായില്ല എന്ന ആത്മവിശ്വാസം ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവസാന നിമിഷം വരെ ആത്മവിശ്വാസമാകാം എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ അണികളൊക്കെ പരിഹസിക്കുന്നത്. എന്തായാലും 47-37 എന്നുള്ള നമ്പറിൽ തൊട്ട് നിൽക്കുകയാണ് പട്ടിക. 47 ഇടങ്ങളിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കാൻ ഏറെ നേരമായുള്ള ട്രെൻഡാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള വോട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ച്കുളയിൽ വെറും 902 വോട്ടിന് മാത്രമാണ് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത്. ഗഡ്വാ മണ്ഡലത്തിൽ നയബ് സിംഗ് സൈനി മുഖ്യമന്ത്രി 5430 വോട്ടുകൾക്കാണ് തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ ലീഡ് ചെയ്യുന്നത്. ഭഗവൻ ദാസ് ബി.ജെ.പി സ്ഥാനാർത്ഥി 2833 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ രാംകുമാർ കശ്യപ് ഇൻഡ്രി മണ്ഡലത്തിൽ 592 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ലീഡ് നില ഇനിയും മാറാം എന്ന സാഹചര്യം നിശ്ചയമായും ഹരിയാനയെ സംബന്ധിച്ചുണ്ട്. വീണ്ടും അവിടെയാണ് നേരത്തെ ബസന്ത് പറഞ്ഞത്, അത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അപ്രമാദിത്വമുള്ള, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിലാണ് ഈ പറയുന്ന ചെറിയ ലീഡ് നിലയെങ്കിലും എടുത്ത ബി.ജെ.പിക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു നില സ്വീകരിക്കപ്പെടും. 5ാമത്തെ റൗണ്ടിന്റെ ഫലം വരുമ്പോൾ ജുലാന മണ്ഡലം, ജുലാനയാണല്ലോ ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലം. മാധു നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി 1417 ആയിട്ട് യോഗേഷ് കുമാറിന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. അതായത് വിനേഷ് ഫോഗട്ട് എങ്ങനെയാണോ ലോക ചാമ്പ്യനെ ആദ്യത്തെ റൗണ്ടിൽ വീഴ്ത്തിയത്, അതേമാതിരി യോഗേഷ് കുമാറിനോട് അടുത്തടുത്ത് വരികയാണ്. 1417 വോട്ട് മാത്രം അല്ലെ 5ാം റൗണ്ട്. 5 റൗണ്ട് കഴിയുമ്പോൾ യോഗേഷ് കുമാറിന് 22,211 വോട്ടുകളും വിനേഷ് ഫോഗട്ടിന് 20,794 വോട്ടുകളും. 25 വോട്ടുകളുടെ മാത്രം മാർജിനുള്ള ഖർഗൌഡ് അവിടെ 7 റൗണ്ട് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. 14 റൗണ്ടുകളാണ് അവിടെയുള്ളത്. അതിൽ 7 റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും ഈ പറയുന്ന 25 വോട്ടുകളുടെ ഒരു വ്യത്യാസമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്തായാലും ഭാഗ്യനിർഭാഗ്യങ്ങൾ ഇനിയും മാറി മറിയാനുണ്ട്. നിലവിൽ 47-37 എന്നുള്ള നിലയിൽ 10 സീറ്റിന്റെ അഡ്വാൻറ്റേജ് ആണ് ബി.ജെ.പിക്ക് കോൺഗ്രസിനേക്കാൾ ഉള്ളത്. ഈ 10 സീറ്റിന്റെ അഡ്വാൻറ്റേജ് 12 സീറ്റുകളിലാണ് ലീഡ് നില. കോൺഗ്രസിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ 12 സീറ്റുകളിലാണ് ലീഡ് നില 1000-ൽ ചുവടെയുള്ളത്. വേണമെങ്കിൽ മാറാം. കോൺഗ്രസിന്റെ 2 സീറ്റുകളിലാണ് ലീഡ് നില 1000-ൽ താഴെ ഉള്ളത്. ഈ സീറ്റുകളിൽ മാറ്റം മറിച്ചുകൾ നടക്കാം. വോട്ടുകൾ എണ്ണിയത് ഈ സമൽഖ എന്ന് പറയുന്ന മണ്ഡലമാണ്. മൻമോഹൻ ഭദാനയാണ് അവിടെ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. 8045 വോട്ടുകൾക്ക് അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. 17 റൗണ്ടുകളിൽ 10 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഫലപ്രഖ്യാപനം വരുന്നതിൽ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യ വിജയ പ്രഖ്യാപനമൊക്കെ ബി.ജെ.പിക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ ചോദ്യങ്ങളായി ഉന്നയിക്കാം. അതിലും 7 റൗണ്ട് ബാക്കിയുണ്ട്. ഒരുപക്ഷെ 8000 എന്നുള്ളത് 7 റൗണ്ടിൽ മാറാവുന്ന സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പഞ്ച്കുളയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 900 എന്നുള്ള ലീഡ് ഉയരുകയാണ്. അതായത് ഓരോ ലീഡ് കഴിയും തോറും ഈ ലീഡ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നിരാശയാണ്. 4ാം റൗണ്ടിൽ നിന്ന് 5ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ മാധു ലീഡ് നില നേരെ തിരിയുകയല്ല, മറിച്ച് ലീഡ് നില വർദ്ധിക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. അതിൽ മാറ്റമുള്ളത് ജുലാനയിൽ മാത്രമാണ്. ജുലാനയിൽ കുറച്ചുകൂടി വിനേഷ് ഫോഗട്ട് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് കുറയ്ക്കുന്നുണ്ട്. ഈ 5ാം റൗണ്ട് കഴിഞ്ഞു. 6ാം റൗണ്ട് കഴിയുമ്പോൾ വിനേഷ് ഫോഗട്ടിന് മുമ്പിൽ കയറാൻ കഴിയുമോ എന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ഉറ്റുനോക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ 1400-ലേക്ക് ആ ലീഡ് നില കുറയ്ക്കാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ റൗണ്ടിൽ 1500 വോട്ട് ബ്രിഡ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ അടുത്ത 1500 കൂടി ബ്രിഡ്ജ് ചെയ്താൽ വിനേഷ് ഫോഗട്ട് മുമ്പിൽ കയറും. സാധ്യതകൾ നിൽക്കുന്നു എന്നുള്ളിടത്താണ്. കാരണം ഇത്രയും അധികം ലീഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും അതിവൈകാരികമായ പ്രചാരണങ്ങളെ തൃണവൽക്കരിച്ചു അതിനെ താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി തന്നെയാണ് യോഗേഷ്. ശക്തമായ പോരാട്ടം അവിടെ നടക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഹരിയാനയിൽ? ഇനിയും നമുക്ക് അക്കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പ് പറ്റില്ലെങ്കിൽ പോലും ബി.ജെ.പിക്ക് ഇപ്പോൾ കാണുന്ന ഈ സംഖ്യ തന്നെ അത്ഭുതമാണ്. ബി.ജെ.പി, ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ, ബി.ജെ.പിയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല. 2014 മാത്രം അവർ അധികാരത്തിലെത്തിയ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് 2014 ജയിക്കുന്നു മോഡി വേവിൽ. അടുത്ത തവണ 40 സീറ്റ് നേടുകയും
ജനനായക് ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തവണ എല്ലാവരും BJP എഴുതി തള്ളി. ഭരണവിരുദ്ധ വികാരത്തിന്റെ ചിറകിലേറി ഇതാ ഭൂപേന്ദർ ഗൂഡ എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് അത്ഭുതകരമായ മജീഷ്യന്മാരൊക്കെ തൊപ്പിയിൽ നിന്ന് മുയലിനെടുക്കുന്നത് മാതിരി ഇതാ താമര എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ നിന്ന്. എന്താണ് സംഭവിച്ചത് എന്ന് കോൺഗ്രസ് ഒരുപാട് കാലം തല പുകച്ചാലോചിക്കേണ്ടി വരും. വലിയ നിരാശയും ഞെട്ടലും ഒക്കെ കോൺഗ്രസ് പാളയങ്ങളിൽ പടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി മധുര വിതരണത്തിന്റെ ആഹ്ലാദം പങ്കുവെച്ചിരുന്ന കോൺഗ്രസ് ക്യാമ്പുകൾ, AICC ആസ്ഥാനം അടക്കമൊക്കെ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിൽ അദ്ദേഹത്തിന് അണിയിക്കാനുള്ള തലപ്പാവുമായി എത്തിയ അണികളൊക്കെ ആകെ നിരാശയിലേക്ക് കുപ്പുകുത്തി വീണ കാഴ്ച കാണാൻ കഴിയും. നമുക്ക് 65 സീറ്റ് തൊട്ട കോൺഗ്രസ് ആണ് 37-ൽ കിതച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും 3.25 മണിക്കൂർ പിന്നിടുകയാണ്. ഫലസൂചനകൾ വന്നു തുടങ്ങിയിട്ട് 11.25 കഴിഞ്ഞിരിക്കുന്നു. 8 മണി മുതൽ വന്ന ഫലസൂചനകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 4-1 മണ്ഡലങ്ങളിൽ 4-1 റൗണ്ടുകൾ മാത്രമാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിലൊക്കെ വലിയ ഫലസൂചനകൾ കൃത്യമായി നേരത്തെ പറഞ്ഞ സാമ്പിൾ എന്നൊക്കെ വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ ഈ സ്ഥാനാർത്ഥികൾക്ക് കഴിയുമോ എന്നുള്ള ആകാംക്ഷയൊക്കെ നിലനിൽക്കുകയാണ് ഈ മിനിറ്റുകളിൽ.